ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. ഇതൊരു നോർമൽ ഇൻഡക്ഷൻ കുക്കറിൻ്റെ റിവ്യൂ ആണെന്നും കരുതി ആരും സ്ക്രോൾ ചെയ്ത് പോകരുതേ. ഇതൊന്ന് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ പേര് ഇൻഫ്രാറെഡ് കുക്കർ എന്നാണ് കേട്ടോ. ഇത് ഇൻഡക്ഷൻ കുക്കറല്ല, ഇൻഫ്രാറെഡ് കുക്കറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും നമുക്ക് വയ്ക്കാൻ പറ്റും. മീൻസ് ഇപ്പോൾ നോർമലി നമ്മൾ ഈ ടൈപ്പ് ഈ ഒരു കോട്ടിങ് വരുന്ന ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ വെക്കുക. ഇല്ലേ, ഓണാക്കുക. നമുക്ക് ഏത് വേണം, ഇത് ഫങ്ഷൻ ഹോട്ട് ആണെങ്കിൽ അങ്ങനെ, അതല്ല ബോയിലാണെങ്കിൽ ഇങ്ങനെ, സ്റ്റീം ആണെങ്കിൽ അങ്ങനെ കേട്ടോ. ബാർബിക്യൂ ഉണ്ട്, ഫ്രൈ ഉണ്ട്, സൂപ്പ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഏതിൽ വേണമെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതിനകത്തൊന്നും ഈ ഒരു സൂപ്പിലും ബോയിലും ഒന്നും എല്ലാം ഓട്ടോ മോഡിലാണ് കിടക്കുന്നത് കേട്ടോ. അതൊരിക്കലും നമുക്കിങ്ങനെ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. അതെന്താന്ന് ഞാനിത് ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ഇത് ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. പിന്നെ അതിൻ്റെ മെയിൻ ഇത് കണ്ടോ, കറക്റ്റ് നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ തന്നെയാണ്. വീഡിയോ നമുക്കിവിടെ തൊടാൻ പാടില്ല എന്ന് പ്രത്യേകം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് നമ്മുടെ അടുപ്പിലെ ചൂട് എങ്ങനെയാണോ നമ്മൾ വിറകടുപ്പിൽ വെക്കുന്ന അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൽ വെക്കുന്ന അതേ ചൂട് തന്നെ ഇതിനകത്ത് ഉണ്ട്. പിന്നെ അപ്പം ഈ പാത്രം നമ്മളിപ്പോൾ വെച്ചത് നമുക്ക് ഇതേ സ്ഥാനത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാത്രവും വെക്കാം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, ആ വെള്ളം തിളയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആവി വരുന്നുണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി ആവി വരുന്നുണ്ട് അല്ലേ, കാണാൻ പറ്റുന്നില്ലേ? അപ്പം എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും വെക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവിടെ ഇൻഡക്ഷനിൽ വെക്കുന്ന ടൈപ്പ് പാത്രങ്ങൾ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ ഞങ്ങളുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് എന്ന് പറയുന്നത് നമുക്ക് നോക്കി ഇപ്പം ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് വെക്കാം എന്നുള്ളത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ, മറ്റുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ എന്നോട് ചോദിക്കരുത്. ഞാനത് സഫാരി മോളിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇത് അന്വേഷിക്കുക ആവശ്യമുണ്ടെങ്കിൽ. പക്ഷെ ഭയങ്കര യൂസാണ്. അതിനകത്തൊന്നും തന്നെ പറയാനില്ല. എനിക്ക് മെയിനായിട്ട് കണ്ടു ഈ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതൊന്നും നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ നോർമലി വെക്കാൻ കഴിയില്ലല്ലേ. അപ്പം അത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം താല്പര്യമുള്ളവർക്കിടെ ഇതിന് നല്ല ചൂടാണ്. നമുക്ക് ഒരിക്കലും ഇത് തൊടാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് ഇതിനെടുത്തത്. ഓഫായി കഴിഞ്ഞാലും ഇതിനകത്ത് എന്താണ് കുറേ നേരത്തേക്ക് തണുക്കുന്നത് വരെ തുടരുതെന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. ഓക്കെ, കാണിച്ചു തരാം. നമ്മൾ നോർമൽ ചോറ് വയ്ക്കുന്ന കലവും ഒക്കെ വെക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് ബാർലി വെള്ളം തിളപ്പിക്കാമെന്ന് വെച്ചിട്ട് വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു തരാം. കണ്ടോ, അതായത് ഇപ്പം തന്നെ തിളച്ചു തുടങ്ങി. അത് കാറ്റാ തിളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തനിയത് ഓഫായി. സത്യത്തിൽ ഞാനിത് വീഡിയോ എടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. ഇതുവരെ ഞങ്ങൾ ജസ്റ്റ് ചായയൊക്കെ ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചില്ലായിരുന്നു. പിന്നെന്തുവാ, ഞാനിപ്പോൾ ബോയിലാണ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ ഓട്ടോ മോഡിലായിരുന്നു. അപ്പോൾ എനിക്കത് ഡൗട്ട് ഉണ്ടായിരുന്നത് എങ്ങനെയായിരിക്കുമെന്ന്. അതിപ്പോൾ എനിക്ക് ക്ലിയർ ആയി കേട്ടോ. പിന്നെ ഞങ്ങളിത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം നോർമലി എല്ലാവരും കാണിക്കും പോലെ എന്താണ് അത് കവർ പൊട്ടിക്കണതും അങ്ങനെയൊന്നും ഞാൻ എടുത്തില്ല. കാരണം നമ്മളത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഉപയോഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചാൽ മതിയല്ലോ എന്ന് കരുതി, നിങ്ങളോട് ഷെയർ ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കവർ പൊട്ടിക്കുന്നതും അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യാഞ്ഞത്. നമുക്ക് കുറച്ച് നേരം കൂടി ഇതിനെ കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോട്ട് പോട്ടിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഇതൊരു ഇത് ഓഫായിട്ട് ഇതിൻ്റെ ചൂട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാനിതിനെ ഇപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും കേട്ടോ. അതുകൊണ്ടാണ് ഹോട്ട് പോട്ട് മോഡിലേക്ക് മാറ്റാത്തത്. ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം.
ഓഫ് ചെയ്താൽ നമുക്ക് നോർമലി നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതങ്ങ് ഓട്ടോമാറ്റിക്കലി ഒരു സൗണ്ടൊക്കെ ഓഫായി ഇത് പൂർണ്ണമായിട്ട് ഷട്ട് ഡൗൺ ആകും പോലെ അങ്ങ് ആവുക ചെയ്യുക. പക്ഷെ ഇത് നമ്മൾ നേരിട്ട് നമ്മുടെ ലൈറ്റ് അവിടെ പ്ലഗ് ഓഫ് ചെയ്യുക തന്നെ വേണം, അല്ലാതെ ഇതൊരിക്കലും ഓഫ് ആകത്തില്ല. കുക്കിംഗ് കഴിഞ്ഞ് നമ്മളിത് ഓഫ് ചെയ്താലും അതിനകത്ത് പോയി കുറച്ചധികം നേരത്തേക്ക് ചെന്ന് തൊടരുത്. ഭയങ്കര ചൂടായിരിക്കും, കൈ പൊള്ളുന്ന തരത്തിലുള്ള ചൂടുണ്ടാവും. അതൊക്കെ അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.